ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു RK-NEX. ഇറ്റ്സ് മീ സെനിൻ വാടക്കൻ. നമ്മുടെ സമാന്തര ശ്രേണി മറന്നുപോയോ നിങ്ങൾ? നമ്മുടെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ പാർട്ട് 2 ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്താണ് പാർട്ട് 2? പാർട്ട് 2 നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ശരിക്കുണ്ടല്ലോ മക്കളെ, ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ബാപ്പച്ചി, മൈ പിതാജി, എൻ്റെ ബാപ്പച്ചിനോട് പറഞ്ഞു കേരള കോണീന്ന്. എന്താ പറഞ്ഞത്? കേരള കോണീന്ന്. അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയോ, ബാപ്പച്ചി പറഞ്ഞത് കേട്ടും കണ്ട് ബിസ്മി ചൊല്ലി ആദ്യം തന്നെ നമ്മൾ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും ബിസ്മി ചൊല്ലി ആദ്യം തന്നെ വലത്തേ കാലെടുത്ത് മുകളിലോട്ട് വെക്കണം. വലത്തേ കാലെടുത്ത് മുകളിലോട്ട് വെച്ച് നിന്നാൽ മതിയോ? പോരാ, എന്താക്കണം? ഇടത്തേ കാലും എടുത്ത് മുകളിലോട്ട് വെക്കണം. ചില ബണ്ടന്മാരുണ്ട് വലത്തേ കാലെടുത്ത് മുകളിലോട്ടും വെക്കും, ഇടത്തേ കാലെടുത്ത് താഴോട്ടും വെക്കും, എന്നിട്ട് കോണിമെന്ന് മറിഞ്ഞിട്ട് വെക്കും. എന്നിട്ട് കൊല്ലക്കാര ഭാഷയെ പറഞ്ഞാല് പടമായി. എന്തായി? പടമായി, അതായത് മരിച്ചുപോയി എന്ന്. ഇതാ നോക്കി, ഈ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കഥ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകുന്നത് ഈ കഥ വെച്ചിട്ടാ. ഏത് കഥ? ബാപ്പച്ചി പറഞ്ഞു കേരടാക്കോണി. ബാപ്പച്ചി പറഞ്ഞു കേരടാക്കോണി. ഇതാ ഇവിടെ നോക്കിക്കോളി മക്കളെ, നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് പൊസിഷൻ, എന്താണ് ടേം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തായിരുന്നു അരിത്തമെറ്റിക് സീക്വൻസ്? എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരേ നമ്പർ കൂട്ടി 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 പോകുന്നതിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി, അല്ലേ? ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ തന്നെ നിങ്ങൾക്ക് പൊസിഷൻ എന്താ, ടേം എന്താന്നൊക്കെ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, 5, 8, 11, 14. ഏതിലാടാ ഞാൻ തുടങ്ങിയത്? തുടങ്ങിയ നമ്പർ ഏതാ? തുടങ്ങിയ നമ്പർ 5. എത്രയാടാ കൂട്ടി 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 പോയത്? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 ഞാൻ ഇങ്ങനെ കൂട്ടി 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 പോയി. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇവിടെയുള്ള ഈ സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ടേം അല്ലെങ്കിൽ പദം. മലയാളികൾ അതിന് പദം എന്ന് പറയും, ഇംഗ്ലീഷുകാർ അതിന് ടേം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതിനടിയിൽ അതിനൊരു പൊസിഷൻ ഇല്ലേ, അതിനൊരു സ്ഥാനമില്ലേ? അതാണ് 1, 2, 3, 4 എന്ന് പറയുന്നത്. ഈ സാധനമാണ് സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ പറയും ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ്, മൂന്നാം പദം 11 എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും അഞ്ചാം പദം 8 ആണെന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഒരു സമാന്തര ശ്രേണി, ഇതാ നമ്മൾ ഇവിടെയുള്ള സമാന്തര ശ്രേണി നോക്കിയേ, ഇവിടെ മുകളിലുള്ള ഈ ഒരു സമാന്തര ശ്രേണി നോക്കിയേ. ഈ സമാന്തര ശ്രേണിയിലെ നാലാമത്തെ സ്ഥാനത്തുള്ള, നാലാമത്തെ പൊസിഷനിലുള്ള, ഫോർത്ത് ടേമിലുള്ള ടേം ആരാ? ഫോർത്ത് ടേമിലുള്ള ടേം ആരാ? എന്താ സാർ അങ്ങനെ ചോദിച്ചു? ഞാൻ മനസ്സിലാൻ വേണ്ടി ചോദിച്ചാട്ടോ. ഇത് അവിടെ നോക്കിയേ, ഫോർത്ത് ടേമിലുള്ള ടേം ആരാ? ഇവിടെ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ ഇതിലേതോന്നാണല്ലേ ടേം എന്ന് പറയുന്നത്. ടേം എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള നമ്പറാണ്. അവിടുത്തെ പൊസിഷൻ ആരാടാ? അവിടുത്തെ പൊസിഷൻ ആരാ? പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന് നേരെ നാലാമത്തെ ആള്. ഫോർത്ത് ടേമിന്റെ പൊസിഷൻ എത്രയാന്ന് വെച്ചാൽ 4 ആണ്. എങ്ങനെ? ഫോർത്ത് ടേമിന്റെ പൊസിഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ 4 ആണ്. ടേം ഏതാന്ന് നോക്കിയാൽ ഇവിടെയുള്ള ടേം നോക്കിയിട്ട് എടുത്ത് എഴുതണം. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കണേ, ടേമുകളെ, പദത്തിന് x1 എന്താണ് അതിനർത്ഥം? ഒന്നാം പദം. അപ്പൊ സാറ് നേരത്തെ എഫ് എന്നല്ലേ പറഞ്ഞു, ഇപ്പൊ എങ്ങനെ x1 എന്ന് പറഞ്ഞത്? ഇത് രണ്ടും സെയിം ആണ്. നിന്റെ പുരേന്ന് വിളിക്കുന്ന പേരോ നിന്നെ സ്കൂളിൽ വിളിക്കുന്ന പേരോ ഒക്കെ രണ്ടാണ്. സ്കൂളിൽ ചിലപ്പോൾ വേറെ പേര് വിളിക്കും, നിങ്ങളെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മച്ച് വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അമ്മ വിളിക്കുന്ന പേര് എന്തായിരിക്കും? വേറെ പേരായിരിക്കും. സോ ഇവിടെ ശ്രദ്ധിച്ചോളുക. അതുപോലെ 2 പേരുള്ള ആശാനാണ് എഫ്. ഫസ്റ്റ് ടേം x1, എഫ് ആദ്യപദം എന്നൊക്കെ വിളിക്കാറുണ്ട്. കുഴപ്പമില്ലല്ലോ. എഫ് എന്നും ഡിനോട്ട് ചെയ്യാം, x1 എന്നും ഡിനോട്ട് ചെയ്യാം. നോ പ്രോബ്ലം. നിങ്ങൾ ഏത് ഡിനോട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ നോക്കിയേ, x2 എന്ന് പറഞ്ഞാൽ എന്താ? x അടിയിൽ 2. എന്താണ് അടിയിൽ 2? രണ്ടാം പദം. എത്രാം പദം? രണ്ടാം പദം. x3 എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാം പദം. എത്രാം പദം? മൂന്നാം പദം. x4 നാലാം പദം. എത്രാമത്തെ പദം? നാലാമത്തെ പദം. അങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്രാ പോയി അവസാനം ഉണ്ടാവുന്ന ഒരു ടേം ഉണ്ട്, എന്നാമത്തെ ടേം. നമുക്ക് അറിയില്ല എത്രാമത്തെ ടേമാണ്. അത് എത്രോ കഴിഞ്ഞിട്ട് അപ്പുറത്തോടുള്ള സാധനമാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? nth ടേം, nth ടേം, nth ടേം. മലയാളികൾ എന്നാം പദം എന്ന് പറയും. എന്ത് പദം എന്ന് പറയും? എന്നാം പദം എന്ന് പറയും. അപ്പൊ നമ്മൾ xn എന്ന് വിളിക്കുന്നത് കുറെ കഴിഞ്ഞ് അപ്പുറത്തോടുള്ള നമുക്ക് അറിയാത്തതിന്റെ ഒരു സാധനത്തിനാണ് നമ്മൾ xn അല്ലെങ്കിൽ nth ടേം. അതിന്റെ പൊസിഷൻ n ആണ്, അതിന്റെ ടേം എന്ന് പറയുന്നത് xn ആണ്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പൊസിഷനും ടേമും ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ടേമിൽ നിന്നും
ശരിക്കും ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാമത്തെ ടേമിലെത്തി. രണ്ടാമത്തെ ടേമിൽ നിന്നും ഒരു പ്രാവശ്യം കൂടി കോമൺ ഡിഫറൻസ് കിട്ടിയാൽ മൂന്നാമത്തെ ടേമിലെത്തി. ഒരു ഡി കൂട്ടി, ഒരു പൊതുവ്യത്യാസം കൂട്ടി, വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂട്ടി. ശരിക്കും 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് മൂന്നാമത്തെ ടേമിലെത്തുക. അപ്പൊ ഇങ്ങനെ കണക്ഷൻ ഇതുമായിട്ട് ഈ ടേമുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു ട്രിക്കാണ്, ഒരു ചെറിയ സിമ്പിൾ ട്രിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാപ്പച്ചി പറഞ്ഞു കേരട കോണി. എന്താ ബാപ്പച്ചി പറഞ്ഞത്? ബാപ്പച്ചി എന്താ പറഞ്ഞത്? കേരട കോണി എന്ന്. അതായത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ക്വസ്റ്റ്യന് നമ്മൾ ഇങ്ങനെ ആക്കി എഴുതണം. സൈഡിലേക്ക് ആക്കി എഴുതാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 1, ദ തേർഡ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 11. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നമുക്ക് കയറാനുള്ള ബാപ്പച്ചി പറഞ്ഞു കേരട കോണി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടേം ഒന്നാം പദം എത്രയാണ്? ഒന്നാം പദം 1. അടുത്ത് തേർഡ് ടേം എത്രയാണ്? 11. ഈ രീതിയിലേക്ക് മാറ്റാം. കുഴപ്പമില്ലല്ലോ. വലത്തേ സൈഡിൽ നമ്മുടെ ടേമുകളും ഇടത്തെ സൈഡിൽ പൊസിഷനും വരുന്ന രൂപത്തിൽ. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം 1 ആണ്, തേർഡ് ടേം 11 ആണ്. നമുക്ക് ഇവിടുന്ന് 2 സാധനം കണ്ടുപിടിക്കാൻ പഠിക്കണം. ഒന്നാമത്തത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ കോമൺ ഡിഫറൻസിനെ കുറിച്ചാട്ടോ പറയുന്നത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഡി ഈസ് ഈക്വൽ ടു ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാപ്പച്ചി എന്താക്കാനാ പറഞ്ഞത്? കേരള കോണി വലത്തേ കാലെടുത്ത് മുന്നോട്ട് വെക്കുക, അല്ല മുകളിലോട്ട് വെക്കുക. അവിടെ നോക്കിയേ, വലത്തേ സൈഡ് അടിയിന്നും മുകളിലോട്ട്, ഇടത്തേ സൈഡ് വലത്തേ കാല് മാത്രം എടുത്തിച്ചാൽ മതിയോ? പോരാ, ഇടത്തേ സൈഡ് എടുത്തു വെക്കണം. ഫസ്റ്റ് വലത്തേ സൈഡ് എടുത്തുക, പിന്നെ ഇടത്തേ സൈഡ് എടുത്തുക. അതായത് 11 മൈനസ് 1 11 ഒന്ന് കുറയ്ക്കാം, ഡിവൈഡഡ് ബൈ, ഇനി അടുത്തത് ഇടത്തേ സൈഡ് കുറയ്ക്കാം. ഇടത്തേ സൈഡ് ആരാ? 3, അടിയിൽ 3 മുകളിൽ 1, സോ 3 മൈനസ് 1. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നോക്കിയേ, വലത്തേ സൈഡിൽ 11 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇടത്തേ സൈഡിൽ 3 മൈനസ് 1. എന്നാ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. 11ൽ നിന്നും 1 കുറച്ചു, 11 1 കുറച്ച് എത്ര? 10 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 എത്ര? 3ൽ നിന്നും 1 കുറച്ചാൽ എത്രയാടാ? 2. 10ൽ എത്ര 2 ഉണ്ടാ? 10ൽ എത്ര 2 ഉണ്ടടാ? 10ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 5 ആണ്. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് 5. അങ്ങനെയാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് എഴുതിയേ. ഇവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടേം ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഒന്ന് പറഞ്ഞേ, ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ ഡിഫറൻസ് എത്ര? 5 അല്ലേ? 1 തുടങ്ങി 5 ഇങ്ങനെ കൂട്ടി പോണെന്നാ പറഞ്ഞത്. നോക്കിയേ, 1 തുടങ്ങി 5 കൂട്ടിയേ, 5 കൂട്ടിയാൽ എത്രയാ? 6. 6നോട് 5 കൂട്ടിയ എത്രയാ? 11, എക്സെട്ര. കുഴപ്പമുണ്ടോ? അരിത്മെറ്റിക് സീക്വൻസ് ആയില്ലേ? ഈ പറഞ്ഞതുപോലെ ഒക്കെ അല്ലേ? ഫസ്റ്റ് ടേം 1 ആണ്, തേർഡ് ടേം 11 ആണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 5th ടേം 5ാം പദം 30 ആണ്, 8th ടേം 8ാം പദം 42 ആണ്. ബാപ്പച്ചി എന്താടാ പറഞ്ഞത്? നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ബാപ്പച്ചി പറഞ്ഞു കേരള കോണി. ഫസ്റ്റ് വലത്തേ സൈഡിൽ കാലെടുത്ത് മുകളിലോട്ട് വെക്കുക. എന്ന് പറയുമ്പോൾ 42 മൈനസ് 30 ഡിവൈഡഡ് ബൈ, വലത്തെ കാല് മാത്രം മുകളിലോട്ട് എടുത്ത് വെച്ചാൽ മതിയോ? പോരാ, ഇടത്തെ കാലും എടുത്ത് വെക്കണം. ഇടത്തെ സൈഡ് എടുത്ത് വെക്കുന്നു. 8 മൈനസ് 5. ശ്രദ്ധിച്ചു നോക്കിയേ, 42 30 കുറയ്ക്കാം. 42 30 കുറച്ചാൽ എത്രയാ? 42 മൈനസ് 30 എത്രയാ? 12 ഡിവൈഡഡ് ബൈ 8 മൈനസ് 5 എത്രയാടാ? 8ൽ നിന്നും 5 കുറച്ചാൽ 3. 12ൽ എത്ര 3 ഉണ്ടടാ? 12ൽ എത്ര 3 ഉണ്ട്? 12ൽ 4. സോ ദ ആൻസർ ഈസ് 4. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ച സാധനം അല്ലേ? ഇനി നമുക്കൊരു സാധനം കൂടി ഇവിടെ പഠിക്കേണ്ടതുണ്ട്. 2 സാധനം കൃത്യമായി പഠിച്ചാൽ നമുക്ക് കൂടുതൽ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കിയാൽ അടുത്തതാണ് എഫ്. നമ്മുടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നോക്കാം. x1 ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കണേ, എന്താ കണ്ടുപിടിക്കേണ്ടത്? x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? 5th ടേമും ഉണ്ട്, 8th ടേമും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. നമുക്ക് x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു, x5 എടുക്കുന്നു. x5 എന്ന് പറഞ്ഞാൽ എന്താ? 5th ടേം. x5 എന്ന് പറഞ്ഞാൽ എന്താ?
ഫിഫ്ത്ത് ടേം. സോ ഫിഫ്ത്ത് ടേമിൽ നിന്നും എനിക്ക് ഫസ്റ്റ് ടേമിലേക്ക് എത്തണം. 5-ൽ നിന്ന് ഞാൻ 1-ലേക്ക് എത്തണം. 5 1-ലേക്ക് എത്തണം. കുറയാണോ കൂടുകയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ വിരല് നേരക്കണില്ലല്ലോ, വിരലെ നേരക്ക്. 5-ൽ നിന്നും 4 എണ്ണം ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരുമ്പോൾ 1 ബാക്കിയാവും, 1-ലേക്ക് എത്തും. 5-ൽ നിന്നും 1-ലേക്ക് എത്തണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? 5-ൽ നിന്ന് 1-ലേക്ക് എത്തണമെങ്കിൽ 4 പ്രാവശ്യം എന്തോന്ന് കുറയ്ക്കണം. എന്താ നമ്മൾ ഇങ്ങനെ കൂട്ടി പോയത്? കോമൺ ഡിഫറൻസ് അല്ലേ കൂട്ടി പോയത്. അപ്പൊ എന്തായിരിക്കും കുറയ്ക്കേണ്ടി? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പറഞ്ഞേ. 5-ൽ നിന്നും 1-ലേക്ക് എത്തണം, 4D കുറയ്ക്കണം. എത്ര D കുറയ്ക്കണം? 4D. എന്താ സാറേ D കുറയ്ക്കണത്? അതല്ലേ കോമൺ ഡിഫറൻസ്, അതല്ലേ പൊതു വ്യത്യാസം, അതല്ലേ നമ്മളിങ്ങനെ കൂട്ടി പോയത്. അപ്പൊ ഇവിടെ നോക്കിയേ, 5ാമത്തെ ടേമിൽ നിന്നും ശരിക്കും 4D കുറച്ചാൽ നിങ്ങൾ എവിടെ എത്തി? ഫസ്റ്റ് ടേമിലെത്തി. എവിടെ എത്തി? ഫസ്റ്റ് ടേമിലെത്തി. അത് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോളി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമാ. കുഴപ്പമില്ലല്ലോ. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? നമ്മുടെ കയ്യിൽ ഫിഫ്ത്ത് ടേം ഉണ്ട്, 5ാമത്തെ ടേം ഉണ്ട്. കുഴപ്പമില്ലല്ലോ. അതിൽ നിന്നും ശരിക്കും എന്ത് ചെയ്താൽ മതി? 5ാമത്തെ ടേം ഇവിടെ നോക്കണേ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എഴുതാം. x1, x2, x3, x4, x5. ഈ 5ാമത്തെ ടേമിൽ നിന്നും എനിക്ക് 1ാമത്തെ ടേമിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം D കുറച്ചു, വീണ്ടും D കുറച്ചു, വീണ്ടും D കുറച്ചു, വീണ്ടും D കുറച്ചു. ടോട്ടൽ എത്ര D ഞാൻ കുറച്ചത്? 4D കുറച്ചു. എത്ര D കുറച്ചു? 4D കുറച്ചു. അപ്പൊ നിങ്ങൾ നോക്കിയേ, എനിക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇവിടെ നോക്കണേ, ഇവിടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ കയ്യിൽ 5ാമത്തെ ടേം ഉണ്ട്. ഞാൻ എത്ര D കുറയ്ക്കണം? 5ാമത്തിൽ നിന്നും 4D കുറയ്ക്കണം. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ മക്കളെ, 100ാമത്തതിൽ നിന്നുമാണെങ്കിൽ എത്ര D കുറയ്ക്കേണ്ടി വരും? 100ാമത്തിൽ നിന്നുമാണെങ്കിൽ എത്ര D കുറയ്ക്കേണ്ടി വരും? 100 നിന്നാണെങ്കിൽ 99D കുറയ്ക്കണം. എവിടേക്ക് എത്താൻ? ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ. എങ്ങനെ? ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ തൽക്കാലം ഈ ഒരു പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരികയാണ്. നോക്കണേ, x1 ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം. ആരാ ഇവിടുത്തെ ഫിഫ്ത്ത് ടേം? 5ാമത്തെ ടേം 30 ആണ്. 30 മൈനസ് എത്ര D കുറയ്ക്കേണ്ടത്? 4 ഇൻറ്റു ആരാ ഈ D നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആരാ D എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ്. സോ 30 മൈനസ് 16 ഈസ് ഈക്വൽ ടു 14. നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. എത്രാമത്തെ ടേം കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടാവും, ഞാൻ ക്ലിയർ ആക്കി തരാം, ബേജാറാവണ്ട. ഇവിടെ നോക്കിക്കോളി, ഈ സൈഡിലേക്ക് നോക്കിക്കോളി. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമാ അല്ലേ? ഫസ്റ്റ് ടേം അല്ലേ? ഈ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? നേരത്തെ ഞാൻ ഫിഫ്ത്ത് ടേം അല്ലേ എടുത്തത്, ഇപ്പൊ ഞാൻ 8th ടേം എടുക്കുന്നു, x8 എടുക്കുന്നു. ഞാൻ എത്ര D കുറയ്ക്കേണ്ടി വരും? 8ാമത്തതിൽ നിന്ന് 1ാമത്തേലേക്ക് എത്ര പ്രാവശ്യം ഇറങ്ങി വരണം? 7 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. സോ ഞാൻ ഇവിടെ കുറയ്ക്കേണ്ടത് 7D ആണ്. അതെന്താ സാറേ, സാർ ഇവിടെ 4D അല്ലേ കുറച്ച്, ഇവിടെ എത്തിയപ്പോ 7D കുറച്ചത്? നോക്കടാ, ഇവിടെ 5ാമത്തെ ടേമാ എടുത്തത്, ഇവിടെ എടുത്തത് 8ാമത്തെ ടേമാ. കത്തിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ 100ാമത്തെ ടേം എടുത്താൽ 99D കുറയ്ക്കണം. നിങ്ങൾ 50ാമത്തെ ടേം എടുത്താൽ 49D കുറയ്ക്കണം. നിങ്ങൾ 60ാമത്തെ ടേം എടുത്താൽ 59D കുറയ്ക്കണം. ഇപ്പൊ കത്തിയോടാ? ഇവിടെ നോക്കി, ആദ്യപദം കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 8ാമത്തെ ടേം മൈനസ് എത്ര D? 7D. ഞാൻ വേറൊരു ഇക്വേഷൻ കൂടി ഫോം ചെയ്യട്ടെ. x1 കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിൽ x10 ആണുള്ളതെന്ന് വിചാരിക്കുക. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ. x10 ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര D കുറയ്ക്കേണ്ടി വരും? x10 ആണെങ്കിൽ 9D കുറയ്ക്കണം. എത്ര D കുറയ്ക്കണം? 9D കുറയ്ക്കണം. സെറ്റ് ആണോടാ? മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി ഒരു എക്സാമ്പിൾ ഇടും. x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ x15 ആണുള്ളത്, 15ാമത്തെ ടേം ആണുള്ളത്. നിങ്ങൾ എത്ര D കുറയ്ക്കണം? -14D. കത്തിന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് കത്തിയിട്ടുണ്ടാവും. തിരിച്ചു വരിക. ഇവിടേക്ക് വരുന്ന സമയത്ത് x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. x8 ആരാ? 8ാമത്തെ ടേം ആരാ? 42 മൈനസ് എത്ര D കുറയ്ക്കണം? 7D. ആരാ D? ഇവിടെ 42 ആയത് 8ാമത്തെ ടേം ആയതുകൊണ്ട്. ഓക്കെ, D ആരാ? D മാറുമോ? D മാറാനൊന്നും പോകുന്നില്ല. D എത്ര തന്നെയാണ്? 4 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 7 ഇൻറ്റു 4. എത്രയാടാ 7 ഇൻറ്റു 4? 28. 42-ൽ നിന്നും ഞാൻ 28 കുറച്ചാൽ
എനിക്ക് ആൻസർ കിട്ടും 14. അതെന്താ സാർ ഇവിടെയും 14 ഇവിടെയും 14? അതെന്താ സെയിം ആൻസർ വന്നത്? എടാ സെയിം ആൻസർ അല്ലേ വരിക? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് ഒരു ഫസ്റ്റ് ടേം അല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ 8ാമത്തെയിൽ നിന്നും കണ്ടുപിടിച്ചാലും 5ാമത്തെയിൽ നിന്നും കണ്ടുപിടിച്ചാലും ഫസ്റ്റ് ടേം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനല്ലേ പറഞ്ഞത്? ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരു നമ്പറിൽ തുടങ്ങണം എന്നാ പറഞ്ഞത്. ആ ഒരു നമ്പറിലല്ലേ തുടങ്ങുള്ളൂ. സോ ഫസ്റ്റ് ടേം മാറ്റം വരുമോ? മാറ്റം വരാൻ പാടില്ല. സോ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്നുള്ള വിഷയമല്ല, നമ്മുടെ ഫസ്റ്റ് ടേം എപ്പോഴും സെയിം ആയിരിക്കും. 14. അല്ല സാറേ, പരീക്ഷയ്ക്ക് 2 എണ്ണവും കണ്ടുപിടിക്കണോ? വേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2ഉം എക്സ്പ്ലെയിൻ ചെയ്തത്. 1 മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമുക്ക് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനും ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാ. 10th term of an arithmetic sequence is 80 and 18th term of an arithmetic sequence is 160. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? വേഗം പറഞ്ഞോളി. ബാപ്പച്ചി പറഞ്ഞു. എന്താടാ ബാപ്പച്ചി പറഞ്ഞത്? കേറട കോണി. ബാപ്പച്ചി പറഞ്ഞു കേറട കോണി. എങ്ങനെ കോണി കയറുക? വലത്തെ സൈഡ് ആദ്യം മുകളിലോട്ട്, പിന്നെ ഇടത്തെ സൈഡ്. എന്താ ചെയ്യേണ്ടത്? 160 minus 80 divided by 18 minus 10. കുഴപ്പമില്ലല്ലോ. 160 നിന്നും 80 കുറച്ചാൽ എത്രയാടാ? 160 നിന്ന് 80 കുറച്ചാൽ 80 ഡിവൈഡഡ് ബൈ 18 minus 10 എത്രയാ? 8. 180ൽ എത്ര 8 ഉണ്ട്? 10 ആണ്. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 10. കോമൺ ഡിഫറൻസ് കിട്ടിയോ? കോമൺ ഡിഫറൻസ് കിട്ടിയോ? യെസ്. അടുത്തത് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ശ്രദ്ധിച്ചു നോക്കി. 10th ടേം ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ എഴുതണ്ടേ? x1 ഈസ് ഈക്വൽ ടു x10 മൈനസ് എത്ര ഡി കുറയ്ക്കണടാ? എത്ര ഡി കുറയ്ക്കണം? 10th ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിലേക്ക് എത്തണം. 10ൽ നിന്നും 1ലേക്ക് എത്തണം. എത്ര ഡി കുറയ്ക്കണം? 9 ഡി. ആദ്യ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 9 ഡി കുറച്ചാൽ മതി. എന്നാ ഇവിടെ സൂക്ഷിച്ച് നോക്കിയേ. പറഞ്ഞേ 10th ടേം ആരാ? 10th ടേം 80 മൈനസ് 9 ഡി. 9 ഇൻറ്റു ഡി ആരാ? കോമൺ ഡിഫറൻസ് ആരാ? 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മൈനസ് 90. 80ൽ നിന്നും 90 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? -10 കിട്ടും. സോ ദ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാമത്തെ ടേം ആദ്യ പദം എന്ന് പറയുന്നത് -10 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 10 ആണ്. കത്തിയോടാ? കത്തിയോ? മനസ്സിലാവുന്നുണ്ടോ? ഈ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയായിരിക്കും? എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ടേം -10, അതിനോട് ഞാൻ 10 കൂട്ടിയാൽ 0, 0നോട് 10 കൂട്ടിയാൽ 10, 10നോട് 10 കൂട്ടിയാൽ 20, 30 എക്സെട്ര എന്ന് പറഞ്ഞു പോകും. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഈ ഒരു പൊസിഷൻ ആൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. 1 ബാപ്പച്ചി പറഞ്ഞു കേരള കോണി. 2 ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഫോം ചെയ്യുക. ശരിക്കും ഒരു ഇക്വേഷൻ ഫോർമേഷൻ അല്ല, എന്നാലും അത് ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഐഡിയ പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ കമ്മിങ് ബാക്ക്, യെസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത്, വളരെ ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ 2 രീതിയിലാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച്. ഒന്നാമത്തെ രീതി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. x1, x2, x3, x4 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സമാന്തര ശ്രേണി, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാമത്തെ ടേമിൽ നിന്നും 1ാമത്തെ ടേം കുറയ്ക്കും, അല്ലെങ്കിൽ 3ാമത്തെ ടേമിൽ നിന്നും 2ാമത്തെ ടേം കുറയ്ക്കും, അല്ലെങ്കിൽ 4ാമത്തെ ടേമിൽ നിന്നും 3ാമത്തെ ടേം കുറയ്ക്കും. ഇതാണ് മെത്തേഡ് നമ്പർ 1. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെ നിരത്തി തന്നിട്ടുണ്ടെങ്കിൽ. മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു മെത്തേഡ്. ഏതാണ്? ബാപ്പച്ചി പറഞ്ഞു കേരള കോണി. ഇത് സ്കൂളിൽ പോയി പറയരുത് കേട്ടോ. സ്കൂളിൽ പോയി പറഞ്ഞാൽ മിസ് വിചാരിക്കും മിസ്സിന്റെ ബാപ്പച്ചിക്ക് വിളിച്ചാന്ന്. അങ്ങനെ നിങ്ങൾ പിന്നെ ബാപ്പച്ചിനെ വിളിച്ച് സ്കൂളിൽ ചെല്ലേണ്ടി വരും പിന്നെ ക്ലാസ് കയറണമെങ്കിൽ. സോ ഈ മെത്തേഡ് പോയിട്ട് സ്കൂളിൽ പോയിട്ട് എന്താക്കരുത്, പറയാൻ നിൽക്കരുത്. പറയാൻ പാടില്ല പാടേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്ത് കൂടാ. ഈ മെത്തേഡ് എങ്ങനെ ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതായത് ഏത്ത് ടേം, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാട്ടോ. ഏത്ത് ടേം എക്സ് ആണെന്നും ബീത്ത് ടേം വൈ ആണെന്നും, എ ആമ്പതം എക്സ് ആണെന്നും ബി ആമ്പതം വൈ ആണെന്നും എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ബപ്പച്ചി പറഞ്ഞു കേരള കോണി. ആദ്യം വലത്തെ സൈഡ് പിന്നെ ഇടത്തെ സൈഡ്. സെറ്റ് അല്ലടാ? സോ നമ്മൾ ഈ ഒരു 2 മെത്തേഡുകളും, ഈ 2 മെത്തേഡ് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നോക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
24 42 ഡാഷ് ഡാഷ്. നമുക്ക് തേർഡ് ടേമും ഫോർത്ത് ടേമും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? 42 മൈനസ് 24. രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം കുറച്ചു. ഒന്ന് കുറച്ച് നോക്കിയേ, ആൻസർ എത്ര കിട്ടും? 18 കിട്ടും. അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 18 ആണ്. സോ 24നോട് ഞാൻ 18 ആഡ് ചെയ്താൽ 42. 42നോട് ഞാൻ 18 ആഡ് ചെയ്താൽ എത്ര കിട്ടും എനിക്ക്? 60. 60നോട് ഞാൻ 18 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 78. ദാ ആ ടേം ഒക്കെ ഫില്ലായില്ലേ? ഇവിടത്തവും കിട്ടി, ഇവിടത്തവും കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ എനിക്ക് ഫസ്റ്റ് ടേം തന്നിട്ടില്ല, ഫോർത്ത് ടേമും തന്നിട്ടില്ല, പക്ഷെ എനിക്ക് സെക്കൻഡും തേർഡും തന്നിട്ടുണ്ട്. എടാ സെക്കൻഡും തേർഡും ഉണ്ടെങ്കിൽ എനിക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ദാ മൂന്നാമത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേമിനെ ഞാൻ കുറയ്ക്കുന്നു, മൂന്നാം പദത്തിൽ നിന്നും രണ്ടാം പദത്തെ ഞാൻ കുറയ്ക്കുന്നു. 42 മൈനസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 42ൽ നിന്നും 24 കുറച്ചാൽ എത്രയാടാ? 42ൽ നിന്നും 24 കുറച്ചാൽ 18 ആണ് കോമൺ ഡിഫറൻസ്. നമ്മുടെ മെത്തേഡ് നമ്പർ 1. ഏത്? നമ്മുടെ മെത്തേഡ് നമ്പർ 1. നമ്മൾ സാധാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇനി എനിക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? രണ്ടാമത്തെ ടേമിൽ നിന്നും ഞാൻ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ? 24ൽ നിന്നും 18 കുറയ്ക്കുന്നു. സോ എനിക്ക് ആൻസർ കിട്ടും 6, 24, 42, ഞാൻ 18 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 60 എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടോ? ചെറിയൊരു ഡൗട്ട് ഉണ്ടാവാൻ. ഇവിടുന്നും ബാക്കോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ കോമൺ ഡിഫറൻസ് എന്താക്കുക ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കോമൺ ഡിഫറൻസ് എന്താക്കുക വേണ്ടത്? കൂട്ടുകയാണ് വേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കുഴപ്പമില്ലല്ലോ. മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാ ഇവിടെ കളർഫുൾ ആയിരിക്കുന്നു. ഇവിടെ 1 കൊടുത്തില്ല, 2 കൊടുത്തില്ല, 3, 4 കൊടുത്ത്. എന്നാ പണുവേ? 3, 4 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നേരത്തെ അതേ മെത്തേഡ് തന്നെ. നാലാമത്തതിൽ നിന്നും മൂന്നാമത്തത് കുറച്ചാൽ മതി. 42 മൈനസ് 24. കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ദാ 42 മൈനസ് 24 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? 18 തന്നെയാണ്. പക്ഷെ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 24ൽ നിന്നും വീണ്ടും കുറയ്ക്കണം. 18 കുറച്ചു. 18 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? 6 കിട്ടും. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 42, 24, അതിൽ നിന്ന് ഞാൻ 18 കുറച്ചാൽ 6 കിട്ടി. ഇനി 6 ഒന്നും കുറയ്ക്കാൻ പറ്റുമോ? 6 മൈനസ് 18 6 ഒന്നും കുറയ്ക്കാൻ പറ്റുമോ? പറ്റൂടാ. നെഗറ്റീവ് നമ്പറിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറച്ച് വലിയ നമ്പറിന് ചിഹ്നം ഇടുക എന്ന് പഠിച്ചിട്ടില്ല നിങ്ങൾ? 18ൽ നിന്ന് 6 കുറച്ച് 12 ആണ് വലിയ നമ്പറിന്റെ ചിഹ്നം. അതായത് ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. വലിയ നമ്പറിന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. സോ ദ ആൻസർ വിൽ ബി -12. ബാക്കോട്ട് പോകുമ്പോൾ -12 ആവും എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ കിട്ടി. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എന്താണ് ഇവിടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്? എന്താ ഇവിടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്? ദാ ഇവിടെ നോക്കിയേ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 24. കൊള്ളാം, കുഴപ്പമില്ലല്ലോ. സെക്കൻഡ് ടേം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പണി പാളി. നേരത്തൊക്കെ സുഖമായിരുന്നു. അടുത്തടുത്തുള്ള ടേം തന്നീനു, കുറച്ചാ മതിയേനും. ഇപ്പൊ അങ്ങനെയല്ല. ഫസ്റ്റ് ടേം തന്ന്, സെക്കൻഡ് ടേം തന്നില്ല, തേർഡ് ടേം തന്നു. തേർഡ് ടേം 42. പണ്ടാരോ എന്തോ പറഞ്ഞു. പണ്ടെന്റെ ബാപ്പച്ചി പറഞ്ഞു. എന്താ ബാപ്പച്ചി പറഞ്ഞത്? കേറടാ കോണി. ബാപ്പച്ചി പറഞ്ഞു കേറടാ കോണി. എങ്ങനെയാടാ കോണി കയറാ? വേഗം പറഞ്ഞു തന്നേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ദാ ഇവിടെ നിന്നും ബാപ്പച്ചി കോണി കയറാൻ പറഞ്ഞു. ഫസ്റ്റ് വലത്തേക്കാല്, പിന്നെ ഇടത്തേക്കാല്. എങ്ങനെയാടാ ചെയ്യാ? 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? 3 മൈനസ് 1. 42 24 കുറച്ചാൽ 18 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. 3ൽ നിന്നും 1 കുറച്ചാൽ എത്രയാടാ? 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടിയടാ? 9 ആണെന്ന് കിട്ടി. എത്രയാണ് പൊതുവ്യത്യാസം? 9 ആണ് പൊതുവ്യത്യാസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റത്തത് 24. ഇനി 9 കൂട്ടുക. 24നോട് 9 കൂട്ടി എത്ര? 24നോട് 9 കൂട്ടി എത്രയാ? 33. 33നോട് 9 കൂട്ടിയാൽ എത്രയാടാ? 42. കണ്ടോ? ശരിയായില്ലേ? ഹൈ. അടുത്തത് 42നോട് ഞാൻ വീണ്ടും 9 കൂട്ടുന്നു. അപ്പൊ എത്ര വരും എനിക്ക്? 51 എന്ന ആൻസർ വരും. കുഴപ്പമുണ്ടോ? ഇവിടെ ചെറിയൊരു 42, 51 എക്സെട്ര. കുഴപ്പമില്ലല്ലോ. 4 ടേമും നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഈ രീതിയിൽ നമുക്ക് ചെയ്തു പോകാം. ഇനി 2 പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ബോറടിക്കണ്ട. കൂടെ നിന്നോളി. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. വാപ്പച്ചി പറഞ്ഞു കേരള കോണി. ഇവിടെയും അങ്ങനെ തന്നെ. പണിപാളി. ഒന്നാമത്തെ ടേം തന്നിട്ടില്ല, രണ്ടാമത്തെ ടേം തന്നിക്കണ്, മൂന്നാമത്തെ ടേം തന്നിട്ടില്ല,
നാലാമത്തെ ടേം തന്നിട്ടുണ്ട്, അടുത്തടുത്തുള്ള ടേം ഒന്നും തന്നില്ല. അപ്പൊ എന്നാ ചെയ്യും? ഇവിടെ നോക്കിക്കോളി, സെക്കൻഡ് ടേം 24, ഫോർത്ത് ടേം 42 അല്ലേ? ബാപ്പച്ചി എന്താ പറഞ്ഞത്? ബാപ്പച്ചി പറഞ്ഞു കേരടാ കോണി. ഫസ്റ്റ് വലത്തെ കാലെടുത്ത് മുകളിലോട്ട് വെച്ചു, പിന്നെ ഇടത്തെ കാലെടുത്ത് മുകളിലോട്ട് വെച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എന്താ? ഡി ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വലത്തെ കാല്, പിന്നെ ഇടത്തെ കാല് 4 മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 42ൽ നിന്നും 24 കുറച്ചാൽ എത്രയാടാ? 42ൽ നിന്നും 24 കുറച്ചാൽ 18 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എത്രയാ? 2. 18ൽ എത്ര 2 ഉണ്ട്? 9. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് മാത്രം മതിയോ? ഇല്ല. നോക്കിയേ, സെക്കൻഡ് ടേം 24 ആണ്, രണ്ടാമത്തെ ടേം 24 ആണ്. അതിന് തൊട്ട് മുമ്പുള്ള ടേം ഏതാ? 24ന്റെ തൊട്ട് മുമ്പുള്ള ടേം 24 9 കുറയ്ക്കുക. 24 9 കുറച്ചാൽ 6. കുഴപ്പമില്ലല്ലോ. ഇനി 24നോട് സോറി 6 അല്ല, 24ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാടാ? 13. 13 പ്ലസ് അല്ല 15. ഹൈ, പണ്ട് ഞാൻ കൂട്ടണേയും കുറക്കണേയും ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ സാറുണ്ടായിരുന്നു. സാറെ പേര് ഞാൻ പറയണില്ല, മോശമല്ലേ. സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇടക്കിടക്ക് പുറത്താക്കാനും കൂട്ടാനും കുറയ്ക്കാനും എന്നോട് ഇടക്കിടക്ക് തെറ്റിപ്പോകും. അപ്പം നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിക്കോളി, 24ൽ നിന്നും 9 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും? 15 കിട്ടും. കുഴപ്പമില്ലല്ലോ. ആദ്യം ഞാൻ കോമൺ ഡിഫറൻസ് ഒന്ന് കുറയ്ക്കണം, ബാക്കിൽ ഒന്നാമത്തെ ടേം കണ്ടിരിക്കണ്ടേ. പിന്നെ 24നോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി, അപ്പം എനിക്ക് മൂന്നാമത്തെ ടേം കിട്ടി. 24നോട് ഞാൻ 9 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടൂടാ? 24നോട് ഞാൻ 9 ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? എനിക്ക് 33 എന്ന് കിട്ടും. 33നോട് ഞാൻ ആഡ് ചെയ്തുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 42 എന്ന് കിട്ടും. കണ്ടോടാ, അരിത്തമെറ്റിക് സീക്വൻസ് റെഡിയായി പോകുന്നില്ലേ? യെസ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്ന് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതാ. ഇവിടെ നോക്കിക്കോളി, 24 ഒന്നാമത്തെ ടേം തന്നിക്കണ, രണ്ടാമത്തെ ടേം തന്നില്ല, മൂന്നാമത്തെ ടേം തന്നില്ല, നാലാമത്തെ ടേം തന്നിക്കണ്. ഹൈ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 24 ആണ്. സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം തന്നിട്ടില്ല, ഫോർത്ത് ടേം തന്നിട്ടുണ്ട് 42. ബാപ്പച്ചി എന്ത് പറഞ്ഞടാ? ബാപ്പച്ചി പറഞ്ഞു കേരടാ കോണി. ഫസ്റ്റ് വലത്തെ സൈഡ് കയറുക, പിന്നെ ഇടത്തെ സൈഡ് കയറുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 അല്ലേ? ഫസ്റ്റ് വലത്തെ സൈഡ് 42 24 കുറയ്ക്കാം, പിന്നെ സെക്കൻഡ് സൈഡ് ഇടത്തെ സൈഡ്, ഫസ്റ്റ് വലത്തെ സൈഡ് പിന്നെ ഇടത്തെ സൈഡ്. അപ്പൊ നമുക്ക് പൊതു വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. 42 24 കുറച്ചാൽ എത്രയാടാ? 18 ഡിവൈഡഡ് ബൈ 4ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 4ൽ നിന്ന് 1 കുറച്ചാൽ 3 ആണ്. 18ൽ എത്ര 3 ഉണ്ടാ? 18ൽ 6 3 ആണുള്ളത്. സോ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 6 ആണ്. ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ടേം 24, അതിനോട് 6 കൂട്ടിയാൽ എത്ര? 24നോട് 6 കൂട്ടിയാൽ എത്രയാ? 30. 30നോട് 6 കൂട്ടിയാൽ എത്രയാ? 36. 36നോട് 6 കൂട്ടിയാൽ എത്രയാ? 42. ഇവിടെ ഉള്ള സാധനമല്ലേ മുകളിലുള്ളത്? ഫസ്റ്റ് ടേം 24, ഫോർത്ത് ടേം 42. എടാ മോളെ, കിട്ടിയടാ, സെറ്റാണ്. സോ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. ബാപ്പച്ചി കോണി കയറുന്ന മെത്തേഡും പഠിച്ചു, അടുത്തടുത്തുള്ള ടേമുകൾ തമ്മിൽ കുറയ്ക്കുന്നതും പഠിച്ചു. പിന്നെ ഫസ്റ്റ് ടേമിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും, സെറ്റ് ആക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.